തൃപ്പൂണിത്തുറയിലെ അനധികൃത വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിൽ 50-ലധികം കെട്ടിടങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. 15 ലക്ഷം രൂപ ലോൺ എടുത്ത് പണിത വീടാ മോനെ, പകുതി പോലും ആയിട്ടില്ല. ഞങ്ങൾ അടച്ചിട്ടില്ല. ഈ കൂലിപ്പണിക്കാർ കൊച്ചെന്നെ എവിടെ നിന്നുണ്ടാക്കാനാ? വണ്ടി ഓടിക്കണത് അത്. ഒരൊറ്റ പൊട്ടിത്തെറിയിൽ കണ്ണീരിലായത് നൂറുകണക്കിന് മനുഷ്യർ. ജീവൻ തിരിച്ചു കിട്ടി, എന്നാൽ ജീവിതം നഷ്ടമായ അവസ്ഥ. പലർക്കും എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. അകത്തിരിക്കുമായിരുന്നു. അപ്പോൾ സൗണ്ട് കേട്ടു. ഞങ്ങൾ വൈഫ് ഉണ്ടായിരുന്നു. വൈഫ് ഈ ഒരറ്റത്തായിരുന്നു, ഞാനിവിടെ. ഈ സമയത്ത് എന്താണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയാണെന്ന് അറിയാൻ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ നടന്നു വരാൻ മേല, മുഴുവൻ ഗ്ലാസ്സാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിൽ കണ്ടുകിട്ടാൻ തന്നെ കുറച്ച് സമയം എടുത്തു. വീടുകൾക്ക് വിള്ളൽ, ജനൽ ചില്ലുകൾ തകർന്നു, മേൽക്കൂര പറന്നുപോയി. കെട്ടിടങ്ങൾ പലതും ഉടൻ നിലംപതിക്കാറായ നിലയിലും. നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പ്. ഇവിടെ വീടുകൾക്ക് ഡാമേജ് ആയിട്ടുണ്ട്, ചുറ്റുമുള്ള വീടുകൾക്ക്. സോ വീടുകളിലുള്ളവർ താൽക്കാലികമായിട്ട് മാറ്റി പാർപ്പിക്കാനുള്ളതും അതേപോലെ പെർമനൻ്റ് ആയിട്ട് അവർക്ക് പൈസ കൊടുക്കണം. നടപടി ഉടനെ തന്നെ സ്വീകരിക്കും. നഷ്ടം കണക്കാക്കാൻ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന ആരംഭിച്ചു. കേടുപാടുകൾ സംഭവിച്ച വീട്ടുടമകൾ ക്യാമ്പിലുള്ള റവന്യൂ വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കിൽ രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. പെട്ടെന്നുണ്ടായൊരു പൊട്ടിത്തെറി ഇക്കാണുന്ന ആളുകളുടെ ഒരു കാലത്തെ അധ്വാനം മുഴുവൻ കവർന്നെടുത്തു. ഇനി എന്ന് ആ നഷ്ടപരിഹാര തുക തിരികെ ലഭിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെടൽ അനിവാര്യമായ വിഷയം. കൊച്ചിയിൽ നിന്ന് സച്ചിനൊപ്പം വിഷ്ണു സുരേഷ്, 24.